dear students, welcome to EduPods. എടാ +2 കമ്പ്യൂട്ടർ സയൻസ് നമ്മുടെ എക്സാം ഇതാ ഓണം എക്സാം ഓഗസ്റ്റ് 18 സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, +2 കമ്പ്യൂട്ടർ സയൻസിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് അറിയുന്നവരുണ്ടാവാം അല്ലേ. +1 നമ്മൾ ഡിസ്കസ് ചെയ്ത് വെറും C++ ആണെങ്കിൽ +2 എത്തുമ്പോൾ 5 ലാംഗ്വേജ് ആണ് നമുക്ക് ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാടാ? C++ പഠിക്കാനുണ്ട്, അതേപോലെ HTML ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, PHP ഉണ്ട്, അതേപോലെ SQL ഉണ്ട്. അതിൽ തന്നെ ഓണം എക്സാമിൽ അല്ലേ, നമുക്ക് വരാൻ പോകുന്ന എക്സാമിൽ C++ പാർട്ടുണ്ട്, അതേപോലെ HTML പാർട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അടിക്കാം. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഏതാ? ചാപ്റ്റർ നമ്പർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ്. 2 പാർട്ടാണ് അതിൽ പഠിക്കാനുള്ളത്. സ്ട്രക്ചർ പാർട്ടുണ്ട്, അതേപോലെ പോയിന്റർ പാർട്ടുണ്ട് അല്ലേ. സ്ട്രക്ചർ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് എഴുതിയ എലമെൻസുകൾ, സ്ട്രക്ചർ ടാഗ് നെയിം ആ എഴുതിയ പാർട്ട്. പോയിന്ററിൽ കംപ്ലീറ്റ് അഡ്രസ്സിൻ്റെ കളിയാണ്. അപ്പം നല്ല രീതിയിൽ ഇപ്പം മാർച്ച് 2025 കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ചത് 8 മാർക്കിനാണ് ഈ ചാപ്റ്ററിന് മാത്രം പബ്ലിക് എക്സാമിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓണത്തിന് അതിൻ്റെതായ വെയിറ്റേജ് ഒരു 20ഓളം മാർക്ക് ഈ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യണം, സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്നുള്ളത്. കാരണം അത്രയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചർ പാർട്ടും പോയിന്റർ പാർട്ടും. കട്ടക്ക് നിൽക്കുന്ന മെയിൻ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യം, അത് നമുക്ക് മറ്റൊരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ചാപ്റ്റർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. രണ്ടാമത്തെ ചാപ്റ്റർ ഏതാ? ഊപ്പ്. തിയറി ചാപ്റ്ററാണ്, വളരെ സിമ്പിളാണ്. 3 മാർക്ക് പബ്ലിക് എക്സാമിന് വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഓണം എക്സാമിന് ഒരു 5 to 10 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. എന്തൊക്കെ ഇതിൽ വരുന്നത്? ഊപ്പ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഒബ്ജക്റ്റിനാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആകുമ്പോൾ എന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് തമ്മിലുള്ള ഡിഫറൻസ്, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. അതേപോലെ ബേസിക് ഊപ്പ് കോൺസെപ്റ്റ്സ് അത് മാത്രമേ പഠിക്കാനുള്ളൂ അല്ലേ. ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, മോഡുലാരിറ്റി അടങ്ങിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു 7 ടോപ്പിക്സ്. അതാണ് ചാപ്റ്റർ നമ്പർ 2. കം ടു ചാപ്റ്റർ നമ്പർ 3. ചാപ്റ്റർ നമ്പർ 3 ആണ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. അതിമനോഹരമായ 4 അൽഗോരിതം അടങ്ങിയ ഈ ചാപ്റ്റർ 6 ടോപ്പിക്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡാറ്റ സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ, ദെൻ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഓപ്പറേഷൻ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 15ഓളം മാർക്ക് ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഡാറ്റ സ്ട്രക്ചേഴ്സ്. കം ടു ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജി. എന്താ ഈ വെബ് ടെക്നോളജി? HTML ആണ്. അതായത് ഡിസ്കസ് ചെയ്യുന്ന C++ എന്നുള്ള സെക്ഷൻ ഈ ഒരൊറ്റ ചാപ്റ്ററിൽ മാത്രമേ ഒതുങ്ങി. ആഷ് ഇൻക്ലൂഡ് IOStream എന്നുള്ള സെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം കാണുന്നത് ചാപ്റ്റർ നമ്പർ 1 മാത്രമാണ്. ചാപ്റ്റർ 2 തിയറിയാണ്. ചാപ്റ്റർ 3 ഒരു 4 അൽഗോരിതംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതും തിയറി പാർട്ടാണ്. എന്നാൽ HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിൻ്റെ വെബ് ഡിസൈൻ വെബ് പേജ് ഡിസൈൻ ചെയ്യുന്ന ടെക്നിക്ക് പഠിക്കുന്ന ചാപ്റ്റർ നമ്പർ 4. ചാപ്റ്റർ നമ്പർ 4ൻ്റെ പ്രത്യേകത പബ്ലിക് എക്സാമിന് വരെ 11 മാർക്കാണ് വെയിറ്റേജ്. അപ്പോൾ 20 മുതൽ ഒരു 30 മാർക്ക് വരെ വെയിറ്റേജ് വരാവുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 4. അതിമനോഹരമായ ചാപ്റ്റർ. 13 ടോപ്പിക്സാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ 6 ടോപ്പിക്ക് തിയറിയാണ്. പിന്നീടുള്ള ടോപ്പിക്സ് HTML എച്ച് ആൻഡ് എവരി എലമെൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കണം. വളരെ രീതിയിൽ ഷഫിൾ ചെയ്തിട്ടും പല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പറ്റം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കൊക്കെ പഠിക്കണം, സെറ്റാക്കി പഠിക്കണം. എല്ലാം ടീമായിട്ട് ഞങ്ങളുണ്ട്. എജുപോഡ് നിങ്ങളെ കൂടെ ഉണ്ട്. എല്ലാ സബ്ജക്റ്റായിട്ടും ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയായിട്ട് എജുപോഡിൻ്റെ കൂടെ നിന്ന് നമുക്ക് സെറ്റാക്കി പഠിക്കാം. നിങ്ങളുണ്ടാവില്ല. കാണാം. താങ്ക് യു സോ മച്ച്.